സാധാരണ നമ്മൾ ഇതുപോലെ ഗ്രോ ബാഗിൽ ഉള്ളി നടാറുണ്ടല്ലേ. പക്ഷേ അതിൽ വ്യത്യസ്തമായിട്ട് ഞാൻ ഇന്നൊരു വെർട്ടിക്കൽ ഉള്ളി നടലാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിൽ മുളച്ച് വന്ന ഉള്ളികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചീയാനായിട്ടുള്ള ഉള്ളി ഇരിപ്പുണ്ടെങ്കിൽ, കറിക്കൊന്നും എടുക്കാൻ പറ്റാത്ത ജസ്റ്റ് ഒന്ന് ചീഞ്ഞ് പോയിട്ടുള്ള ഉള്ളികളുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഉള്ളിയുടെ നല്ലൊരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽസ്, നല്ല ചെറുതല്ല, ഇതേപോലത്തെ കുപ്പികൾ, 1/2 ലിറ്ററിൻ്റെ ഒക്കെ കുപ്പികൾ അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ ഒക്കെ കുപ്പികൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് സ്പ്രൈറ്റിൻ്റെയും അതുപോലെ സോഡയുടെ ഒക്കെ കുപ്പികളാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുപ്പികളുണ്ടെങ്കിൽ വലിച്ച് കളയണ്ട. നമുക്ക് നല്ല അടിപൊളി വെർട്ടിക്കൽ ഗാർഡൻ, അതും നമുക്ക് ഉപകാരപ്രദമാകുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ ടെറസിലെ തോട്ടത്തിലേക്ക് വേണ്ടിയിട്ട്, എൻ്റെ അടുക്കള ഗാർഡനിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലുള്ള കുപ്പികളെടുത്ത് ഇങ്ങനെയാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ആ ഒരു നടുഭാഗം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ അത്യാവശ്യത്തിനുള്ള ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ 6 സെറ്റാക്കിയിട്ടുണ്ട്. ഇത് 2 ബാച്ചായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നല്ല കയറ് വെച്ചിട്ട് കെട്ടി കൊടുക്കാം. അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ വേസ്റ്റായിട്ട് കിട്ടുന്ന കയറ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ മോഡലിൽ കെട്ടി കൊടുത്തിട്ടുണ്ട്. അതിന് ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല കറക്റ്റായിട്ട് നല്ല അളവൊക്കെ എടുത്തിട്ടാണ് നമ്മളിത് കെട്ടി കൊടുക്കുക. അപ്പോൾ ഒരു വിധത്തിൽ നല്ല രീതിയിലൊക്കെ കെട്ടി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ആണി അടിച്ചിട്ട് തൂക്കിയിടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ ആണി അടിക്കണില്ല. ഞാൻ അവിടെ വേറൊരു ചെടിച്ചട്ടി എന്തെങ്കിലും മണ്ണ് നിറച്ചിട്ട് കയറ്റി വെച്ചേക്കാണ് കേട്ടോ. ഇനി അതിൽ നമുക്ക് ചെടി നടാൻ വല്ല പച്ചക്കറിയുടെ മുളക് തയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാം. അപ്പോൾ അതങ്ങനെ ഇരുന്നോളും. പിന്നെ നമുക്കിത് ആണി അടിച്ചിട്ട് തൂക്കിയിടാം കേട്ടോ. ഞാൻ ആണി അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പോട്ടിങ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ചുമന്ന മണ്ണും പിന്നെ കരിയില കമ്പോസ്റ്റും പിന്നെ കുറച്ച് ചാണകപ്പൊടിയുമാണ് കേട്ടോ എടുക്കുന്നുള്ളത്. അപ്പോൾ അത് 3 കൂടിയിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ചാണകപ്പൊടിയും പിന്നെ നല്ല ചുമന്ന മണ്ണൊക്കെ ഞാൻ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല അടിപൊളി ചാണകപ്പൊടിയാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഇത് ഇങ്ങനെ വേനൽക്കാലമായാൽ ഇതേപോലെ ഇങ്ങനെ ചാണകം ഉണക്കും. അവിടെ അടുത്തൊരു വീട്ടിൽ പശുവൊക്കെ ഉണ്ട്. അപ്പോൾ അവരിതുപോലെ ഉണക്കി വിൽക്കൂട്ട. അപ്പോൾ അവിടുന്ന് മേടിച്ചതാണേ. അപ്പോൾ ആ ചാണകപ്പൊടിയും പിന്നെ നമ്മുടെ നാട്ടിലെ ചുമന്ന മണ്ണും പിന്നെ ഞാനുണ്ടാക്കിയ കരിയില കമ്പോസ്റ്റുമാണ് ഈ മിക്സാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കരിയില കമ്പോസ്റ്റിൻ്റെ കണ്ടാൽ തന്നെ അറിയാം അതിൽ നിറച്ചും ചുള്ളിക്കമ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ദ്രവിക്കാണ്ട്, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ആ ചുള്ളിക്കമ്പൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം മണ്ണ്. അപ്പോൾ അതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലേ പ്ലാസ്റ്റിക് ബോട്ടിലിൻ്റെ ഈ സംഭവം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ അടിയിൽ ഇങ്ങനെ വേറെ ഇതൊന്നും ഇടണമൊന്നുമില്ല. അത് നല്ല ലൂസ് മണ്ണാണ്. അപ്പോൾ അത് നമുക്കങ്ങനെ കട്ട പിടിച്ചിട്ട് വെള്ളം പോകാതിരിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ലൂസായിട്ടുള്ള മണ്ണാണ്. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉള്ളി നടാം. അപ്പോൾ ഇതേപോലെ വെയിറ്റ് കൂടിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് തന്നെ ഇരിക്കുന്നത്. നമ്മളത് ആ ഒരു ചെടിച്ചട്ടി വെച്ച കാരണം അതിൽ അത്യാവശ്യം മണ്ണ് ഞാൻ നിറച്ചിട്ടുണ്ട്. ഇനി അതിലെന്തെങ്കിലും നടണം. ഇപ്പം ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഉള്ളി നടാൻ പോവാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് വേണമെങ്കിൽ ഒരു 1/4 കിലോ ഉള്ളി മേടിച്ചിട്ട് നട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ വീട്ടിൽ മേടിച്ച ഉള്ളിയിൽ നിന്ന് ഇങ്ങനെ മുള വന്നതും ചീഞ്ഞതൊക്കെ നോക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഉള്ളിക്കൊക്കെ നല്ല വിലയാണ്. എന്നാലും ഇതുപോലെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ, മഴയുടെ കാലാവസ്ഥയിൽ, അപ്പോൾ ഇങ്ങനെ എല്ലാ ഉള്ളികളും ഇതുപോലെ മുള വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾക്ക് ആ മുള വന്നത് കളഞ്ഞിട്ട് കറിയിലേക്ക് ഉപയോഗിക്കാം. പക്ഷേ ഞാനിങ്ങനെ നടുന്നത് കൊണ്ട് ഞാനിത് ഒന്ന് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇതേപോലെ ഉള്ളിയുടെ ഒക്കെ തൊലി കളയുന്ന സമയത്ത് ആ കളഞ്ഞ സ്ഥലത്തും ചിലപ്പോൾ ചെറിയ ചീഞ്ഞ ഉള്ളികളൊക്കെ ഇതേപോലെ മുളച്ചിട്ട് വരും. അത് നമുക്ക് ഇതേപോലെ നട്ടുപിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഒരു ഉള്ളിയിൽ നിന്ന് 3 ഉള്ളി, മാക്സിമം 3 ഉള്ളി എന്തായാലും ഉണ്ടാവും. 8 ഉള്ളി വരെ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒരു ഉള്ളി നട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ പോട്ടിങ്ങൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചാണകപ്പൊടിയും കമ്പോസ്റ്റും മണ്ണും കൂടിയിട്ട് ഈ മെത്തേഡിൽ പോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉള്ളി വിളവെടുക്കാൻ പറ്റും. അങ്ങനെയാണ്. അപ്പോൾ ഇതിന് പോട്ടിങ്ങിലൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ഏത് ചട്ടിയിലും ഇങ്ങനെയുള്ള ഗ്രോ ബാഗിലാണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നല്ല ചെടിച്ചട്ടിയിലൊക്കെ ആണെങ്കിലൊക്കെ ഇതേപോലെ അങ്ങനെ മുള വന്ന ഒരു ഉള്ളി ഉണ്ടെങ്കിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അതിനെ
ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക, അത്രയൊക്കെ മതി. പിന്നെ അതൊരു കുറച്ച് സമയമൊക്കെ കഴിയും, 3 മാസത്തിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നല്ല ഉള്ളി തരും കേട്ടോ. അപ്പോൾ ഡെയിലി ഒരു ഉള്ളി വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നട്ടു കൊടുത്താൽ അത് അത്ര വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ നട്ടു കൊടുത്താൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട ഉള്ളികൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇതിനധികം സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെയുള്ള വല്ല മതിലിൻ്റെ അവിടെ ആണിയടിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ടാക്കി സെറ്റ് ചെയ്യേണ്ട പണിയേ ഉള്ളൂ. സ്ഥലത്തിൻ്റെ ഒരു ആവശ്യമില്ല. അതുപോലെ തന്നെ സീറോ കോസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. നമ്മളൊരു 1/2 കിലോ ഉള്ളി മേടിച്ചിട്ട് നടുകയാണെങ്കിലും അത് ലാഭം തന്നെയാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെക്കാട്ടി കൂടുതൽ ഉള്ളിയല്ലേ കിട്ടാൻ പോണത്, അപ്പോൾ അതും ലാഭം തന്നെയാണ്. അപ്പോൾ നല്ല വിലയുള്ള ടൈമിലൊന്നും ഇങ്ങനെ ചെയ്യണ്ട. ഇപ്പോൾ നല്ല വിലയാണ് ഉള്ളിക്ക്. പക്ഷേ ഞാൻ മുള വന്നതും ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന ഉള്ളി എടുത്തിട്ടാണ് കേട്ടോ നടുന്നത്. അപ്പോൾ ഇതേപോലെ നട്ടു കൊടുക്കുക. അപ്പോൾ ഒരെണ്ണത്തിൽ 3 എണ്ണം വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പതിയെ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ കുറച്ച് എണ്ണത്തിൽ വെച്ച് കൊടുക്കണുള്ളൂ, മറ്റേ ബാച്ചിൽ ഞാൻ വെച്ച് കൊടുക്കണില്ല. പിന്നെ എൻ്റെ കയ്യിൽ മുള വന്ന ഉള്ളി കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം ഇത് ഒരെണ്ണം നട്ടിട്ട് 3 എണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതണ്ട, ഇങ്ങനെ ഒരു ഉള്ളി നട്ട് കഴിഞ്ഞാൽ കുറേ ഇലകൾ ഇങ്ങനെ വരും. എത്ര ഇലയാണോ വന്നത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഉള്ളി ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മളിതേപോലെ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ മുന്നേ വെച്ചതാണ്, അപ്പോൾ അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിന് നമുക്ക് ആ ഉള്ളിയുടെ ഇല ഉണങ്ങി പോകുന്ന സമയത്ത് നമുക്കത് പറിക്കാനായിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ കണക്ക്. അതിൻ്റെ അടിയിൽ നിന്ന് ഇല ഇങ്ങനെ ഉണങ്ങിയിട്ടൊരു മഞ്ഞ കളറൊക്കെ ആയിട്ട് വരും, ഉണങ്ങിപ്പോവും. അപ്പോൾ നമുക്കത് പറിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ പറിക്കണില്ല. ഇതൊരു ഉള്ളി വെച്ചതാണ്. അപ്പോൾ 3 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല വേര് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കട്ടെ. പറിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, പക്ഷേ അത് അവിടെ തന്നെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് ഇത് നടുക. ഇനി നമുക്ക് ബാക്കി നമ്മൾ പോട്ടിങ് ചെയ്ത ആ ഒരു മിശ്രിതം ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇനി ഗ്രോ ബാഗിലും കൂടിയും സെറ്റ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ മണ്ണ് നിറച്ച് വെച്ചേക്കണം കേട്ടോ. നമ്മുടെ ഈ പോട്ടിങ് മാത്രമേ ഇട്ടിട്ടുള്ളൂ, അടിയിൽ ബേസായിട്ടൊന്നും ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ ഗാർഡനൊക്കെ ഇപ്പോൾ അത്യാവശ്യം ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഗാർഡൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രോ ബാഗും കൂടിയും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഞാൻ കുറേ കരിയിലയും പിന്നെ നമ്മുടെ അടിച്ചു കൂട്ടിയ ചപ്പും ഈ കിളൊക്കെ പറിച്ചിട്ടില്ലേ അതൊക്കെ കൂടിയിട്ട് ഞാനൊരു ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ പോട്ടിങ്ങും കൂടിയും ഇട്ട് കൊടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടില്ലേ ആ മണ്ണും അതുപോലെ തന്നെ കമ്പോസ്റ്റും പിന്നെ എന്താ പറയുക ചാണകപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു പോട്ടിങ്ങില്ലേ അതാണ് ഇട്ടിട്ട് കൊടുത്തത്. ആ ഒരു മിശ്രിതമാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതേപോലെ ഞാനിന്ന് നോക്കിയപ്പോൾ രാവിലെ പിന്നെ നോക്കിയപ്പോൾ ഇതേപോലെ ഉള്ളി മുളച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും ഞാൻ ഇങ്ങനെ എടുത്തുവിടുന്നു. അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം മേടിച്ച ഉള്ളിയിൽ നിറച്ചും ഇങ്ങനെ മുള വന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇതെന്തായാലും കയ്യോടെ നട്ട് പിടിപ്പിക്കുക, നമുക്കൊരു ചാൻസ് കിട്ടിയതാണല്ലോ, ഒരു വീഡിയോ ഒക്കെ ഉള്ളതുമായി നമ്മൾക്കൊരു ഉള്ളിക്കൃഷിയുമായി. അപ്പോൾ ആ മുള വന്നത് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഇതിൽ നട്ടു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മുള വരാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അതിന് താഴത്തേക്ക് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ, 1-2 എണ്ണം ഒന്നുമല്ല, കുറേ മുള വന്നത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനതെല്ലാം നട്ടു കൊടുക്കട്ടെ. ഇതിങ്ങനെ നട്ടു കൊടുത്തിട്ട് നമുക്കധികം ഇപ്പം മഴ ആയതുകൊണ്ട് നമുക്ക് നനക്കണ്ട. പിന്നെ മഴ ഇല്ലാത്തപ്പോൾ മണ്ണ് ഡ്രൈ ആകുമ്പോൾ നനച്ചു കൊടുത്താൽ മതി. പിന്നെ ഏകദേശം ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ലോണം ഉള്ളി ആയിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഇല ഉണങ്ങിപ്പോകുന്ന സമയത്ത് നമുക്ക് വിളവെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി നടൽ വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളി നടാട്ട. ചുവന്നുള്ളിക്ക് പകരം വെളുത്തുള്ളി വെച്ച് കൊടുക്കുക. പിന്നെ സവാളയും ചെയ്യാട്ട ഇതേപോലെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ഒരു ഇൻഡോർ വെർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യണതായാലോ. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.